നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നോക്കാം. അവരുടെ മുഖം മനസ്സിലോർത്തു അവരുടെ പേര് 3 തവണ ഉരുവിട്ടുകൊണ്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അവരിപ്പോൾ നിങ്ങളെ ഓർത്ത് വളരെയധികം വേദനിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂ നടന്നതായി കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർ നിങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് പോയതാകാം. മറ്റെന്തിനോ അവർ നിങ്ങളെക്കാളും കൂടുതൽ മുൻതൂക്കം നൽകിയിട്ടുണ്ട്. പാരൻസിനാകാം, ഫ്രണ്ട്സിനാകാം. അവരുടെ ഈഗോയും ഇതിനൊരു പ്രശ്നം ആകാം. ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു, യൂണിവേഴ്സാണ് നിന്നെയും എന്നെയും ചേർത്ത് വെച്ചതെന്ന്. വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ മെസ്സേജ് നോക്കുന്നുണ്ട്, നിങ്ങളുടെ പഴയ ഫോട്ടോസ് നോക്കുന്നുണ്ട്. അവരുടെ ഹൃദയം വേദനിക്കുകയാണ്. അവർ ചിന്തിക്കുന്നു, നിങ്ങളാണ് അവരുടെ പാതി എന്ന് അവർക്കറിയാം. എങ്ങനെയാണ് നിങ്ങളും അവരുമായിട്ട് ഒന്നിച്ച് ജീവിക്കുക എന്നറിയില്ല. ഒത്തിരി പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ അവർ കടന്നു പോകുന്നതെന്ന് അവർ പറയുന്നു. നിന്നെ ഞാൻ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഒരുപാട് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അതിനെല്ലാം അവർ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. രണ്ടുപേരും പരസ്പരം എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, വളരെയധികം വിഷമിച്ചിട്ടുണ്ട് എന്നൊക്കെ കാണുന്നുണ്ട്. ഞാൻ കാരണം നീ വളരെയധികം വേദനിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ ഞാൻ നിന്നോട് സോറി പറയുന്നു. അവർക്കിപ്പോൾ നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ നിങ്ങൾ എങ്ങനെയാണ് അത് റിയാക്ട് ചെയ്യുക എന്നവർക്ക് ഭയമുണ്ട്. നിങ്ങളൊരു പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ ഏറെ സഹിച്ചിട്ടുണ്ടാവാം. അവരുടെ ഉള്ളിലുള്ള സ്നേഹം നിങ്ങളടുത്ത് അവർ അതേ രീതിയിൽ പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇനി നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവരുടെ സ്നേഹം മുഴുവനും നിങ്ങൾക്ക് തരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്ന സമയം നിങ്ങളാണ് ഏറെക്കുറെ അവരെ നല്ല രീതിയിൽ മാറ്റിയെടുത്തതെന്ന് അവർ ഇപ്പോൾ പറയുന്നു. അവർക്കൊത്തിരി മോശം സ്വഭാവം ഉള്ളതായും കാണിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ മാത്രമാണ് മാറ്റിയെടുത്തത്. ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരു ഫാമിലി ലൈഫ്, അതാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളടുത്തേക്ക് എത്രയും വേഗത്തിൽ എത്തണമെന്നും അവർ ആഗ്രഹിക്കുന്നു. അവർ പോയിടത്തൊന്നും അവർക്ക് നിങ്ങൾ നൽകിയ സ്നേഹമോ റെസ്പെക്റ്റോ ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ അവർ ചിന്തിക്കുന്നു, ഒന്ന് ക്ഷമിച്ചിരുന്നുവെങ്കിൽ, ഒന്ന് കൺട്രോൾ ചെയ്തിരുന്നുവെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ ആവില്ലായിരുന്നു. എന്തായാലും നിങ്ങൾ കാത്തിരിക്കേണ്ടി വരില്ല. വളരെ വേഗത്തിൽ ഒരു ഡിസിഷൻ എടുക്കാനായി അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത് നിങ്ങളിലേക്ക് അട്രാക്റ്റ് വരുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹം മനസ്സിലാക്കുന്നു. പക്ഷേ നിങ്ങളവരെ ഉപേക്ഷിച്ചു എന്ന് അവർക്ക് തോന്നിയ നിമിഷം അവർ ഒത്തിരി കരയുകയും നിങ്ങളെ ഓർത്ത് വേദനിക്കുകയും ചെയ്തിരിക്കുന്നു. അവർ ഇപ്പോൾ എടുത്തിട്ടുള്ള മറ്റൊരു ഡിസിഷനാണ് തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരിക എന്നുള്ളത്. എന്തൊക്കെയായാലും എല്ലാ തടസ്സങ്ങളും മാറ്റി അവർ നിങ്ങളിലേക്ക് വരാൻ തയ്യാറെടുക്കുകയാണ്. ഇനി കുറച്ച് ക്ലൂസ് നോക്കാം. ലെറ്റർ സി, ലെറ്റർ എസ്, ലെറ്റർ ഡി, ലെറ്റർ ടി, ലെറ്റർ ബി, ലെറ്റർ പി, ലെറ്റർ ആർ, ലെറ്റർ വി, ലെറ്റർ ഇ, ലെറ്റർ എ, ലെറ്റർ എഫ്, ജാനുവരി മന്ത്, ജൂൺ മന്ത്, ഓഗസ്റ്റ്, ഏപ്രിൽ, ഡിസംബർ, മെയ്. കോട്ടയം, പാലക്കാട്, തിരുവനന്തപുരം, അബ്രോഡ്, തമിഴ്നാട്, കൊല്ലം, തിരുവാതിര നക്ഷത്രം, ഉത്രാടം, ആയില്യം, തൃക്കേട്ട, പൂരാടം, ലിബ്ര, വെർഗോ. 1975, 1996, 2004, 2001, 2007, 1995, 1987, 1989, 1974. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നിങ്ങളുടെ റീഡിംഗ്.